മലപ്പുറം അരീക്കോട് SOG ക്യാമ്പിൽ ആത്മഹത്യ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥൻ വിനീത് അയച്ച അവസാന സന്ദേശം പുറത്ത്. തന്റെ സന്ദേശം രാഹുലിനെയും അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത്തിനെയും കാണിക്കണം എന്നാണ് കുറിപ്പിൽ. പരിശീലന ഓട്ടത്തിന് സമയം കൂട്ടാൻ പറയണമെന്നും തന്റെ ജീവൻ അതിനായി സമർപ്പിക്കുന്നുവെന്നും സന്ദേശത്തിലുണ്ട്. പോസ്റ്റ്മോർട്ടത്തിനായി അല്പസമയം മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും അല്പസമയത്തിനകം. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ടി സിദ്ദിഖ് MLA ആവശ്യപ്പെട്ടു. ആധുനിക കാലഘട്ടത്തിൽ മാനവികതയുടെ ഒരു അംശമില്ലാതെ പണ്ടത്തെ ഈ കറുത്ത ഇരുണ്ട കാലഘട്ടത്തിലെ സമീപനമാണ് ഇപ്പോഴും ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കുന്നത്. ആ സമീപനത്തിൻ്റെ ഇരയാണ് പ്രിയപ്പെട്ട ശ്രീ വിനോദ്. വിനോദിൻ്റെ മരണം ഗൗരവമായിട്ടുള്ള അന്വേഷണത്തിന് വിധേയമാകണം. ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് ജുഡീഷ്യൽ പ്രോസസ്സാണ്. ആ അന്വേഷണം നടത്തി കുറ്റക്കാരായ ഉദ്യോഗസ്ഥന്മാരെ ഇനി ഈ പദവികളിൽ ഇരിക്കാൻ അനുവദിക്കരുത്. അതിനുള്ളതായിരിക്കുന്ന സമീപനം ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി സ്വീകരിക്കണം. വിപിൻ സി വിജയനാണ് വാർത്ത വെച്ചിരുന്നത്. വിപിൻ, തൊഴിൽ സമ്മർദ്ദം, ലീവ് കിട്ടായ്മ ഒക്കെയാണ് ജോലിയിടത്തിലെ അല്ലെങ്കിൽ തൊഴിലിടത്തിലെ മാനസിക പീഡനം തന്നെയാണ് ആത്മഹത്യക്ക് കാരണം എന്ന് തന്നെയല്ലേ വ്യക്തമായി വരുന്നത് വിപിൻ? അശ്മി, ഈ റീഫ്രഷ്മെന്റ് കോഴ്സുമായി ബന്ധപ്പെട്ട് വലിയ പീഡനം തന്നെയാണ് അജിത്തിന് നേരെ ഉണ്ടായത് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ആ സന്ദേശമുള്ളത്. ആ സന്ദേശത്തിന് പുറമെ തന്നെ അദ്ദേഹം അസിസ്റ്റന്റ് കമാൻഡന്റ് ആയിട്ടുള്ള അജിത്തിന് എഴുതി കൊടുത്തിട്ടുള്ള ഒരു വിശദീകരണ കുറിപ്പ് കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിലെല്ലാം തന്നെ പറയുന്നത് ഈ റീഫ്രഷ്മെന്റ് കോഴ്സ് നവംബറിലാണ് നടന്നത്. ഇതിൽ ഒരു ഓട്ടത്തിന്റെ ഒരു പരിശീലനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൃത്യസമയത്ത് ട്രാക്ക് മാറി ഓടി എന്നുള്ള ഒരു പരാതി, അതുകൊണ്ട് തന്നെ അതിൽ പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ നവംബറിൽ ഈ പെട്ടതിന് ശേഷം താൻ വലിയ മാനസിക വിഷമത്തിലായതുകൊണ്ടാണ് അത്തരത്തിൽ ട്രാക്ക് മാറി ഓടേണ്ടി വന്നത്. അതിൽ എല്ലാ വിധത്തിലും ക്ഷമിച്ചുകൊണ്ട് തനിക്ക് മേൽ നടപടികളെല്ലാം ഒഴിവാക്കി തരണമെന്ന് അദ്ദേഹം അപേക്ഷിക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നും തന്നെ ഇത് ഒതുങ്ങിയില്ല. ശേഷം തന്നെ വലിയ രീതിയിലുള്ള ജോലികൾ അദ്ദേഹത്തെ കൊണ്ട്, അതായത് വൃത്തിയാക്കി ഈ ക്യാമ്പ് SOG ക്യാമ്പ് വൃത്തിയാക്കുന്ന ഉൾപ്പെടെയുള്ള ജോലികളാണ് പിന്നീട് ചെയ്തു വന്നിരുന്നത്. ഇപ്പോൾ നാളെ വീണ്ടും ഈ ഒരു കോഴ്സ് ആരംഭിക്കാനിരിക്കുകയായിരുന്നു. ഈ ഒരു പരിശീലന കോഴ്സ് പരാജയപ്പെട്ടവർക്ക് കുറച്ചുകൂടി കടുപ്പത്തിലുള്ള ഒരു പരിശീലന കോഴ്സ് ഇനി തുടങ്ങാനിരിക്കെയാണ് ജീവൻ അവസാനിപ്പിച്ചിരിക്കുന്നത് വിനീത്. ഇന്നലെ രാത്രി 8:50 സ്വന്തം AK-47 എടുത്ത് അദ്ദേഹം സ്വയം വെടി ഉതിർക്കുകയായിരുന്നു. അപ്പോൾ ഈ അത് ആ തൊഴിൽ സമ്മർദ്ദമാണ്. ലീവ് പലയാൾക്ക് ചോദിച്ചു, കൊടുക്കുന്നില്ല. ഭാര്യ 3 മാസം ഗർഭിണിയായിരുന്നു എന്നൊക്കെയുള്ള ചില സൂചനകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനുപോലും ലീവ് കൊടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു വിനീതിന്റെ വേദന, സങ്കടം. ഇതൊക്കെ പറയുമ്പോഴും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല പ്രിയപ്പെട്ടവരെ എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു.